പറയുന്നതെല്ലാം മത്സരത്തിൻ്റെ ഘട്ടത്തിൽ എന്തും പറയും. പക്ഷേ ആ മത്സരത്തിനൊരു നിശ്ചയമുണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഒത്തുപിടിക്കുക, പിന്നെ രാജ്യത്തിന് വേണ്ടിയാണ്, ജനങ്ങൾക്ക് വേണ്ടിയാണ്. മത്സര സമയത്തുള്ള പറച്ചിലും ഏറ്റുപറച്ചിലും കുത്തിപ്പറച്ചിലും എല്ലാം ആ ഒരു പ്രഖ്യാപനം വരുന്നതോടുകൂടി തീരും. പിന്നെ തോറ്റവരും ജയിച്ചവരും എല്ലാം ഒത്തുപിടിച്ചാൽ മാത്രമേ രാജ്യത്തെ നമുക്ക് നന്മയിലേക്ക് നയിക്കാനും നന്മയിൽ കെട്ടിയിടാനും തളച്ചിടാനും സാധിക്കും. ശ്രീ സുരേഷ് ഗോപി പറഞ്ഞതിന് ഈ പൂരവുമായിട്ടൊരു ബന്ധം കൂടിയുണ്ട്. പാറമേക്കാവും തിരുവമ്പാടിയും തമ്മിൽ പണ്ട് മത്സരിച്ചാണ് ഈ പൂരം നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോഴും മത്സരിച്ചാണ്. പക്ഷെ നോക്കൂ, ആരെങ്കിലും തിരുവമ്പാടിയെ പാറമേക്കാവ് വരെ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് എന്തെങ്കിലും പറയാറുണ്ടോ? ഏറ്റവും സുരക്ഷിതവും സുന്ദരവുമായ ഒരു സിംഫണിയല്ലേ ആ മത്സരത്തിൻ്റെ ഒരു സൗന്ദര്യം അല്ലേ? അല്ല, അതിനകത്ത് അവരുടെ ഓരോ പ്രകടനത്തിലും മികവ് കൂടിയും കുറഞ്ഞും ഒക്കെ വരും. പക്ഷേ ഒരിക്കലും ഒരു വിലയിരുത്തൽ അവർ മോശമായി പോയി എന്ന് പറയുന്ന വിലയിരുത്തൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ല. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ രണ്ടുപേരും ഉയർന്നും താണും അങ്ങനെ തന്നെ നിൽക്കും. ജനങ്ങൾക്കിതെല്ലാവരെയും വേണം എന്ന് പറയുന്നത് പോലെ തന്നെ തിരുവമ്പാടിയും പാറമേക്കാവും വടക്കുംനാഥനും 3 പേരും കൂടെ ഒത്തുചേരുന്ന ഉപക്ഷേത്രങ്ങളുടെ എല്ലാം സാന്നിധ്യം എന്ന് പറയുന്നത് ഈശ്വരാനുഗ്രഹം പോലെ എല്ലാവരെയും കെട്ടുറപ്പോടെ ഒത്തൊരുമിച്ച് കൊണ്ടുപോകുന്നതിന് വളരെ അത്യാവശ്യമായ വലിയ, ലോകത്തെ തന്നെ ഏറ്റവും വലിയ അസംബ്ലി ആണ്. 4 ലക്ഷം പേരാണ് ഏതാണ്ട് 1.5 സ്ക്വയർ കിലോമീറ്ററിനുള്ളിൽ നിൽക്കുന്നത്.